കണ്ണൂരിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ എല്ലാ കാലത്തും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്നതായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പതിവാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും 2 ദിവസമായി അവിടെ നിന്നൊരു വാർത്ത വരുന്നത്. BJP-യുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടിമരം അവിടുത്തെ CA-യുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ആ CM അവിടെ എത്തിയ പോലീസുകാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ കണ്ണപുരം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമം. കൃത്യമായിട്ടും പാർട്ടിയുടെ തിട്ടൂരമില്ലാതെ, പാർട്ടിയുടെ അറിവില്ലാതെ ഒരില പോലും അവിടെ അനങ്ങില്ല. ഒരില അനങ്ങണമെങ്കിൽ പാർട്ടി പറയും, അവിടെ കാറ്റ് വീശണമെങ്കിൽ പാർട്ടി പറയും. അങ്ങനത്തെ തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു പാർട്ടി ഗ്രാമമാണ് ഈ കണ്ണപുരം. അപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അവിടുത്തെ ലോക്കൽ CPM നേതാക്കളാണ്. അതായത് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ആ ലോക്കൽ കമ്മിറ്റി വരെയുള്ള കമ്മിറ്റികളും അതിലെ നേതാക്കളുമാണ് ഈ പറഞ്ഞതുപോലെ കണ്ണപുരം പ്രദേശത്തെ നിയന്ത്രിക്കുന്നതും അവിടെ ഭരിക്കുന്നതും അവിടുത്തെ ഉത്തരവുകൾ ഇടുന്നതും അവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് കണ്ണപുരത്ത്. ആ സാഹചര്യം ഈ അടുത്ത കാലത്തായിട്ട് മാറുന്നുണ്ട്. അവിടെ പല രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവിടെ മുമ്പ് പ്രവർത്തനാനുമതി ഇല്ലായിരുന്നു, പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അവിടെ CPM അല്ലാതെ മറ്റൊരു ചുവരെഴുത്തില്ല അവിടെ കണ്ണപുരത്ത്. അതാണ് കണ്ണപുരത്തിൻ്റെ സവിശേഷത. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അടുത്ത കാലത്തായിട്ട് BJP-ക്ക് അവിടെ കുറച്ച് പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. കുറേ ആൾക്കാർ BJP-യിൽ ചേർന്നിട്ടുണ്ട്. അത് ഈ പാർട്ടിയുടെ എന്താ പറയേണ്ട ഈ അടിച്ചമർത്തൽ, ഈ ഗുണ്ടാരാജ്, അത് സഹികെട്ടാണ് കുറേ ആൾക്കാർ BJP-യിലേക്ക് പോയത്. അവിടെ പേരിന് കോൺഗ്രസ്, അവിടെ ഇവിടെയൊക്കെ ചില ആൾക്കാർ അതിരഹസ്യമായിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടന്നിരുന്നു. അവരുമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJP-യിലേക്ക് ചേക്കേറി. അപ്പോൾ BJP-യുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൊടിമരം ഇന്ത്യയിലുടനീളം കൊടിമരം ഉയർത്തുന്ന, വീടിന് മുന്നിലും പാർട്ടി ഓഫീസിലും പൊതുവിടത്തുമെല്ലാം കൊടിമരം ഉയർത്തുന്നത് അതിൽ കൊടിമരം സ്ഥാപിച്ച് അതിൽ കൊടി ഉയർത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാപക ദിനത്തിൽ ചെയ്യാറുണ്ട്. BJP-യും അത് ചെയ്തു. അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ എങ്ങും രേഖപ്പെടുത്തിയതായിട്ട് എനിക്കറിയില്ല. എന്തായാലും രാത്രി അന്ന് അർദ്ധരാത്രി തന്നെ ഈ കണ്ണപുരം CI ബാബുമോൻ്റെ നേതൃത്വത്തിൽ പോലീസ് അവിടെ എത്തി ആ കൊടിമരം ചവിട്ടി ഓടിച്ച് പിഴുത് മാറ്റി ആ കൊടിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി. അന്ന് രാത്രി തന്നെ BJP-ക്കാർ സംഘടിച്ച് അവിടെ എത്തി ആ കൊടിമരം പുനഃസ്ഥാപിക്കുകയും കൊടി വീണ്ടും ഉയർത്തുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവർ ഈ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അവിടെയും BJP-യുടെ കൊടി ഉയർത്തി അവർ പ്രതിഷേധിച്ചു. പോലീസിന് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു. പോലീസ് പറയുന്നത് ഈ കണ്ണപുരത്ത് സംഘർഷം ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ ഈ കൊടിമരം പിഴുതു മാറ്റിയത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതെന്തൊരു ന്യായമാണ്! ആർക്കും അത് അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും അതങ്ങോട്ട് ദഹിക്കുന്നതല്ല. ഈ ഒരു പാർട്ടിക്ക് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, മറ്റു പാർട്ടികൾക്കൊന്നും. ഈ ബാബുമോൻ CPM-ന്റെ മോനായാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഏതാണ്ട് അങ്ങനെയാണ്. ബാബുമോൻ CPM-ന്റെ സ്വന്തം മോൻ എന്നുള്ളതാണ്. CPM-ന്റെ സെല്ലാണ് അവിടെ ഭരിക്കുന്നത്. ആ ഭരണത്തിന് ഏറാൻ മൂളി ഒത്താശ ചെയ്ത് നിൽക്കുന്നയാളാണ് ബാബുമോൻ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്തായാലും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ ഫാസിസമാണ്, ഫാസിസ്റ്റ് നടപടിയാണ്. അത് നിരന്തരം BJP-ക്കെതിരെയും മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും ഫാസിസം ആരോപിക്കുന്ന CPM കണ്ണപുരത്ത് ചെയ്യുന്നത് കൃത്യമായ ഫാസിസമാണ്. എന്തായാലും അതോടൊപ്പം തന്നെ കണ്ണൂർ മേഖലയിലെല്ലാം വലിയ രീതിയിൽ ലഹരി കടത്തും ലഹരി ഉപയോഗവുമെല്ലാം വർദ്ധിച്ചു വരുമ്പോഴാണ് അതൊന്നും പരിഗണിക്കാതെ രാത്രി നേരം കൊടിയിര പുറകെയും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തരം കഴിവുകെട്ട പോലീസാണോ ഈ കേരളത്തിൽ ഉൾപ്പെടെ ലഹരിക്ക് വഴിമരുന്ന് ഒരുക്കുന്നത്? തീർച്ചയായിട്ടും പോലീസിനെ അത്ര കഴിവുകെട്ടവരാക്കി ഈ ഭരണം എന്നുള്ളതല്ലേ സത്യം, അല്ലേ? കേരള പോലീസ് വലിയ മികച്ച ട്രാക്ക് റെക്കോർഡുള്ളൊരു പോലീസാണ്. അങ്ങനെയുള്ളൊരു പോലീസിനെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനങ്ങളിൽ ഒന്നാണ് കേരള പോലീസ്. അങ്ങനെയുള്ള കേരള പോലീസിനെ ഈ പറയുന്നത് പോലെ കൊടിമരം പിഴാനും കൊടി ഊരാനും ഒക്കെ ആയിട്ട് നിയോഗിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതിലാ ദൃശ്യങ്ങളിൽ തന്നെ അറിയാം, കൊടികുത്തിരിക്കുന്ന കമ്പി ഉണ്ടല്ലോ, അത് ഒരു പോലീസുകാരൻ ചവിട്ടി ആട്ടി ഒടിച്ചെടുക്കുകയാണ്.
അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത് പോലീസിൻ്റെ ഈ പ്രവൃത്തിയല്ലേ അവിടെ സംഘർഷം സൃഷ്ടിക്കുന്നത്? ആ കൊടിമരം അവിടെ ഇരുന്നെന്ന് പറഞ്ഞ ആർക്കും ഒരു ദോഷവും വരാനില്ല. എന്തായാലും നമ്മുടെ ഈ പല തവണ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം പോലീസ് ഈ പിണറായിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ കോമാളിയായിട്ടാണ് പൊതുജനത്തിന്. അതെ, CPM-ന് വേണ്ടി പണിയെടുക്കുന്ന പോലീസ്, ഈ DYFIയുടെ യൂണിഫോമാണ് അവർ വാസ്തവത്തിൽ ധരിക്കേണ്ടത്, കാക്കിയല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഈ പോലീസ് സ്വയം കോമാളികളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ടവരാണ് പോലീസ്. ക്രമസമാധാനം ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടവരാണ് പോലീസ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടവരാണ് പോലീസ്. നമ്മളിപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള പോലീസ്, ജനങ്ങളെ സേവിക്കേണ്ട, ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പറാട്ട് നാടകങ്ങളുടെ പുറകെ പോകുന്നത് കാണുമ്പോഴാണ് വലിയ സങ്കടം തോന്നുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ കണ്ണപുരത്ത് ഇപ്പോൾ നടന്നത് ഒട്ടും തന്നെ ആശാസ്യകരമായ ഒരു പ്രവൃത്തിയല്ല. പോലീസിന് വലിയ ചീത്തപ്പേരുണ്ടാക്കും. അല്ല, ആ സാബുമോനോ അദ്ദേഹത്തിന് ഒരു പൊൻതൂവലാണ്. CPM-ന് വേണ്ടി പണിയെടുത്തു, ഒരു കൊടിമരം ഓടിച്ചു. അദ്ദേഹം CPM സെല്ലുകളുടെ ഉത്തരവ് അക്ഷരം പ്രതി പാലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന റിവാർഡ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്യുമായിരിക്കാം. പക്ഷേ ആ പ്രദേശത്ത് അത് വലിയ സംഘർഷത്തിലേക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് തീർച്ചയാണ്. പോലീസും ഒരു പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറുപക്ഷത്തെ ഉപദ്രവിക്കുകയും അവരെ എന്താ പറയണ്ടേ, അവരുടെ പ്രവർത്തകരെ കൃത്യമായി അറിയിച്ച് അവരോട് തന്നെ എടുത്തു മാറ്റാൻ കൃത്യമായിട്ട്. ശരി, ഇവിടെ സംഘർഷ സാധ്യതയുണ്ട്, രണ്ടു കൂട്ടരെയും വിളിച്ചു, നോട്ടീസ് കൊടുത്തു. ഇത് പിന്നെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കളക്ടറുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ്, SP-യുടെ നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങൾ രണ്ടുപേരും ഈ കൊടിമരം അവിടെ നിന്ന് മാറ്റണം, അത് ഈ ഹൈക്കോടതി ഉത്തരവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്ത് 24 മണിക്കൂർ സമയം കൊടുക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ പോലീസിന് ബലമായിട്ട് ആ കൊടിമരം അവിടെ നിന്ന് നീക്കം ചെയ്യാം. അതിന് നിയമപരമായ സാധുതയുണ്ട്. അത് കേട്ടാലും ആൾക്കാരും കുറ്റം പറയില്ല. പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു എന്നേ പറയുള്ളൂ. പോലീസിന് അതൊരു വലിയ അഭിമാനമായി മാറുമായിരുന്നു. പക്ഷെ അതിന് പകരം ഈ അർദ്ധരാത്രി ഇങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവിടെ വന്ന് ആ കൊടിമരം പിഴുതെടുക്കുകയും കൊടി നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും അതായത് ഇതിൻ്റെയൊക്കെ പുറകിൽ ചില ഗൂഢാലോചനകളുണ്ട്. ഇപ്പോൾ സംഘർഷം കണ്ണൂരിൽ ഏതാണ്ട് അവസാനിച്ചു, താൽക്കാലികമായിട്ടെങ്കിലും സംഘർഷം ഒരു സമാപ്തി ഉണ്ടായിരിക്കുകയാണ്. സംഘർഷം ഇപ്പോഴില്ല, ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ വലിയ പ്രതിരോധത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ എന്തെങ്കിലുമൊക്കെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണണം. അതിന് പോലീസും കൂട്ടുനിൽക്കുകയാണോ? അതിനും വഴിമരുന്നിടുകയാണോ പോലീസ്? അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ചോദ്യം ഉയരുന്നു. അല്ല, അതോടൊപ്പം തന്നെ അങ്ങനെ പറയുമ്പോഴാണ് എന്തായാലും ആ ഒരു ഉപകാരം പോലീസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തകരെ മുന്നിൽ വെച്ചാണ് ആ കൊടിമരം അവിടെ നിന്ന് നീക്കം ചെയ്തത്. അല്ലാതെ ഈ പോലീസാണെന്ന് അറിയാതെ വലിയ CPM പ്രവർത്തകരാണെന്ന് വെച്ചാൽ അവിടെ ഒരു സംഘർഷം ഒരു കാരണമാണ്. അതെ, ഈ പോലീസിനെ സംബന്ധിച്ച് അതിന്റെ ദൃശ്യങ്ങളും കൂടെ പുറത്തു വന്നതുകൊണ്ട് വളരെ കൃത്യമായി. ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു BJP CPM സംഘർഷത്തിലേക്ക് ചെല്ലുമായിരുന്നു. കാരണം നേരം വെളുത്ത് വരുമ്പോൾ ആൾക്കാർ കാണുന്നത് കൊടിമരം നശിപ്പിച്ചിരിക്കുന്നു, കൊടി നശിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ വൈകാരികമായി പ്രതികരിക്കും, അല്ലേ? ഇപ്പം എന്തായാലും പോലീസ് അത് ചെയ്തു എന്ന് തെളിഞ്ഞതുകൊണ്ട് കൃത്യമായിട്ടും അവിടെ ഒരു സംഘർഷം അങ്ങനെ ഒഴിവായി എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല വിഷയങ്ങൾ. BJP-ക്കാർ സംഘടിച്ച് 100 കണക്കിന് പ്രവർത്തകർ സംഘടിച്ച് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും അതിൻ്റെ മുന്നിൽ കൊടി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണോ അല്ലയോ എന്ന് കാലം തെളിയിക്കും. എന്തായാലും പോലീസിൻ്റെ നടപടി അത്യന്തം നിർഭാഗ്യകരമായി പോയി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പോലീസ് കുറെ കൂടി ഈ ഇരട്ടത്താപ്പ് ഉപേക്ഷിച്ച് കുറെ കൂടി നിഷ്പക്ഷമായി സത്യസന്ധമായി പെരുമാറേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. എല്ലാവരോടും പോലീസ് തുല്യനീതി കാണിക്കേണ്ടതാണ്. അത് ഇല്ലെങ്കിൽ കണ്ണപുരത്ത് കണ്ണുനീർ വീഴും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.